എന്നാല് നമ്മളെ എല്ലാ കച്ചറയും കൊണ്ടുപോയി വെക്കുന്ന സ്ഥലം ബെഡ്റൂമിന്റെ റാക്കിന്റെ മേലേക്കാരം. ഞങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം ആടിനെ നോക്കാൻ പോയി. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ നാട്ടിക്ക് മൂസാ നബി അലൈഹി ഇസ്ലാം ഓടിപ്പോയിട്ട് സയ്യിദുനാ ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ മോളെ കല്യാണം കഴിച്ചപ്പോ മഹറായിട്ട് ആടിനെ നോക്കാൻ ഏറ്റെടുത്തു. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം ഒരു വടിയും കുത്തിപ്പൊടിച്ചിട്ട് ഇങ്ങനെ ആടുകളേറ്റ് ഇങ്ങനെ പോവുകയാണ്. കുറച്ച് ആടുകളുണ്ട്. അപ്പോ ആടുകളെ നോക്കാൻ കാലാവധി നിശ്ചയിച്ചു. ആടുകളെ വെറുതെ നോക്കണ്ട, നോക്കണേന് കൂലി നിശ്ചയിച്ചു. വാപ്പ പറഞ്ഞു, അമ്മോശം പറഞ്ഞു, ഷുഐബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, മോനെ വാപ്പാന്റെ കുട്ടി ആടിനെ നോക്കണേന് വാപ്പ ഇവിടുന്ന് അങ്ങോട്ടുണ്ടാണ് എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളെ അനക്ക് തരട്ടോ. ഇത് കഥയാണെങ്കിലും നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾക്ക് നല്ലൊരു പാടുണ്ടാവും ഇതില്. അത് കഥയല്ല, എന്നാ ആ കഥ കഴിഞ്ഞിട്ട് മൂപ്പര് വിഷയം തുടങ്ങിക്കോളും തീരുമാനിക്കണ്ട. ഇനി വിഷയം തുടക്കമൊന്നുമില്ല, തന്നെയാണ് വിഷയം. ഇത് ഇങ്ങനെയാണ് പോയി കണ്ട് അവസാനിക്കുക. ഈ പറയണത് ഇങ്ങനെയാണ്ട് സമയം കഴിയുമ്പോൾ നിൽക്കുക. അപ്പൊ എന്തേ പറഞ്ഞു, വാപ്പാനോട് വാപ്പ പറഞ്ഞു, അമ്മോശം പറഞ്ഞു മൂസാ നബിനോട്, മോൻ വെറുതെ ആടുകളെ നോക്കൊന്നും വേണ്ട, കൂലി തരാം. ഇവിടുന്ന് അങ്ങോട്ടുണ്ടാകണ എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളെയും അനക്കയിക്കാരെന്ന് പറഞ്ഞു. അങ്ങനെ സയ്യിദുനാ മൂസാ അലൈഹി ഇസ്ലാം ആടിനെ നോക്കാൻ പോകുമ്പോ കാട്ടിൽ കൂടി ഇങ്ങനെ പോവുകയാണ്. വഴിയില് മനുഷ്യരൂപം പ്രാപിച്ച ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടു. ഒരു മനുഷ്യന്റെ കോലത്തിൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നു. മൂസാ നബിനോട് ചോദിച്ചു, എന്തൊക്കെ വർത്താനം, സുഖം തന്നെ അല്ലേന്ന് ചോദിച്ചു. അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ് എന്ന് പറഞ്ഞു. എന്താ ഇപ്പൊ പരിപാടി എന്ന് ചോദിച്ചു. ഇപ്പൊ ആടിനെ നോക്കലാണ് പരിപാടി പറഞ്ഞു. ആടിനെ നോക്കിയാൽ എന്താ കിട്ടുകയെന്ന് ചോദിച്ചു. ആടിനെ നോക്കിയാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളെയും എനിക്ക് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോ ജിബ്രീൽ പറഞ്ഞു, അതിന് ഞങ്ങൾക്കൊരു പണി പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഒരു തോട്ടം കാണിച്ചു കൊടുത്തു, കുറെ മരങ്ങൾ നിൽക്കുന്ന ഒരു തോട്ടം. ഈ തോട്ടത്തിൽ നിന്ന് ഇല ചാടിച്ചു കൊടുത്താൽ മതി, ഇവിടുന്ന് കണ്ടുണ്ടാകണ എല്ലാ ആടും കുട്ടികളും പുള്ളിയുള്ളത് ഇക്കാരെന്ന് പറഞ്ഞു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. എന്നും രാവിലെ മൂസാ നബി അലൈഹി ഇസ്ലാം ആടുകളേറ്റ് പോകുമ്പോ മൂപ്പരെ കയ്യിലുള്ള വടിയോണ്ട് ഇങ്ങനെ ഇല ചാടിച്ചു കൊടുക്കും. അങ്ങനെ ഇലകൾ തിന്നും, ആടുകൾ അങ്ങനെ പോകും. അവിടുന്ന് അങ്ങോട്ട് ഉണ്ടായ എല്ലാ കുട്ടികളും പുള്ളിയുള്ള ആടും കുട്ടികളായി. കുറെ കഴിഞ്ഞപ്പോ ഒരു ദിവസം വാപ്പ അമ്മോശൻ ഷുഐബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, മോനെ ബാപ്പാന്റെ കുട്ടിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇനി പുള്ളില്ലാത്ത ആടും കുട്ടികളെ ഇക്കാരുണ്ടാകട്ടോ എന്ന് പറഞ്ഞു. കാരണം അവിടുന്നാണ്ട് ഉണ്ടായതൊക്കെ പുള്ളില്ലായിരുന്നു, ഇനി ഇവിടുന്നാണ്ട് പുള്ളില്ലാത്തതാണ് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. ഒരു ദിവസം മൂസാ നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ ആട് നോക്കാൻ പോകുമ്പോ വഴിയിൽ വെച്ച് പഴയതുപോലെ സയ്യിദുനാ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടു. മഹാനായ ജിബ്രീൽ അലൈഹി ഇസ്ലാം ചോദിച്ചു, മൂസാ നബി എന്തൊക്കെ വർത്താനം, സുഖം തന്നെയല്ലേ? റാഹത്ത് തന്നെയാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. തീരുമാനത്തിൽ എന്തേലും മാറ്റമുണ്ടോന്ന് ചോദിച്ചു. ആ ചെറിയ മാറ്റം ഉണ്ട് എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. ഇവിടുന്ന് അങ്ങോട്ടുള്ള പുള്ളില്ലാത്ത ആടും കുട്ടികളാണ് എനിക്ക് എന്ന് അമ്മോശം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ വേറൊരു തോട്ടം കാണിച്ചു കൊടുത്തു. ഇവിടുന്ന് ഇല അടിച്ചു കൊടുത്താൽ മതി, ഇവിടുന്ന് അങ്ങോട്ടുണ്ടാകണ എല്ലാ ആടും കുട്ടികളും പുള്ളില്ലാത്തതാവും പറഞ്ഞു. പിറ്റേന്ന് മുതൽ അവിടുന്ന് ഇല അടിച്ചു കൊടുക്കൽ തുടങ്ങി. പിന്നെ അങ്ങോട്ടുണ്ടായ എല്ലാ ആടും കുട്ടികളും പുള്ളില്ലാത്തതായി. കഥ അങ്ങനെ നീണ്ടുപോവുകയാണ്. കുറെ കാലം കഴിഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാമിന് നാട്ടിൽ പോകാൻ പൂതിയായി. മഹാനവറുകൾക്കുണ്ടായിരുന്ന എല്ലാ ആടുകളും തൊഴിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ തൂരി സീനാ മലയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അവിടുന്ന് അല്ലാഹു തആല തൗറാത്ത് കൊടുത്തു. അവിടുന്ന് ദീൻ പറയാൻ വേണ്ടി ഫിറഔന്റെ അടുത്തേക്ക് പോയി. അങ്ങനെ നീണ്ടുപോകുന്ന കഥയാണ്. എന്തുകൊണ്ടാണ് അവിടുന്ന് അങ്ങോട്ടുണ്ടായ ആടും കുട്ടികൾ പുള്ളിയുള്ളതും പിന്നുണ്ടായ ആടും കുട്ടികൾ പുള്ളില്ലാത്തതുമായത് എന്നതാണ് നമ്മളെ കണക്ക്. പുള്ളിയുള്ളതായതിന്റെ കാരണം പുള്ളിയുള്ള മരങ്ങളാണ് ആ കാട്ടിലുണ്ടായിരുന്നത്. ആദ്യം കാണിച്ചു കൊടുത്ത കാട്ടില് പുള്ളിയുള്ള മരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇല ചാടിച്ചു കൊടുത്താല് അത് തിന്നാല് വയറ് നിറഞ്ഞാൽ ആടുകൾ ഇണ ചേരും. ഇണ ചേരുമ്പോ പുള്ളിയുള്ള മരങ്ങളിലേക്ക് നോക്കും, അത് കാണും. അത് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന കുട്ടി പുള്ളിയുള്ളതാവും. രണ്ടാമത് കാണിച്ചു കൊടുത്തത് പുള്ളിയില്ലാത്ത മരങ്ങളുള്ള ഒരു തോട്ടമായിരുന്നു.
അപ്പൊ പിന്നുണ്ടായ കുട്ടികളൊക്കെ പുള്ളില്ലാത്ത കുട്ടികളുമായി. എന്തേ പറയാൻ കാരണം, ബെഡ്റൂമിന്റെ റാക്കിന്റെ മേലെ എല്ലാ വേസ്റ്റും കൊണ്ടുപോയി വെച്ചാല് കുട്ടികൾ വേസ്റ്റ് ആകുമെന്ന് പറയാനാണ് ഇത് പറയണത്. ബെഡ്റൂം വളരെ പ്രധാനമാണ്. ആവശ്യമില്ലാത്ത മുഴുവൻ സാധനം കൊണ്ടുവച്ചിട്ടുള്ളത് ബെഡ്റൂമിന്റെ റാക്കിന്റെ മേലെയും കട്ടിന്റെ ചോട്ടിലുമാണ്. അതുകൊണ്ട് വീട്ടിൽ ഏറ്റവും വൃത്തി ഉണ്ടാകേണ്ടത് രണ്ട് സ്ഥലമാണ്. ഒന്ന് ബാത്റൂമാണ്, മറ്റൊന്ന് ബെഡ്റൂമാണ്. എന്തേ പറഞ്ഞു എന്നറിയങ്ങള്, ഞാൻ ആരാണ് എന്ന ബോധം നഷ്ടപ്പെട്ടാൽ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യും. ഞാൻ പുതിയാപ്പിളയാണ് എന്ന് ബോധം ഉണ്ടാവുമ്പോ പല്ല് തേക്കാൻ മറക്കൂല. ഞാൻ പുതിയാപ്പിളയാണ് എന്നുള്ള ബോധം കഴിഞ്ഞാല് രാത്രി ഇറച്ചിയൊക്കെ തിന്ന് കരിച്ചതും പൊരിച്ചതൊക്കെ തിന്നിട്ട് പല്ല് തേക്കാതെ ഭാര്യന്റെ അടുത്തേക്ക് കിടക്കാൻ ചെല്ലും. പിന്നെ ഓളത് ഇടങ്ങേറുണ്ടെങ്കിലും പറയില്ല. എന്തേ? ബദർ യുദ്ധം പേടിച്ചിട്ട് പറയില്ല. അത് പറഞ്ഞാ ബദർ യുദ്ധം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പറയില്ല. എന്താ ഒന്ന് കിടക്കാൻ ചെല്ലുമ്പോ പല്ലേച്ചാല്? പിന്നെ പുതിയെണ്ണാണ് എന്നുള്ള ബോധം നഷ്ടപ്പെട്ടാല് പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ്. മീൻ നന്നാക്കുമ്പട്ട മാക്സി ആയിട്ട് കിടക്കാൻ ചെല്ലും. പെണ്ണുങ്ങളെ ഒരു വർത്താനം ഞാൻ പറയട്ടെ. ഈ ആണുങ്ങൾ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനില്, അതുപോലെ വിമാനത്താവളത്തില്, ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോ പല സൈസ് പെണ്ണുങ്ങളും കാണും. അപ്പൊ ഇന്റെ പെണ്ണുങ്ങൾ പെരയിലുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ കീറിയ മാക്സി ഇട്ടുങ്ങാണ്ട് ചെന്നാല് സംഗതി പറ്റിച്ചു തന്നെ ഇക്കാരം. അതുകൊണ്ട് ഈ സ്ത്രീകൾക്കൊരു പ്രത്യേകത ഉള്ളത് എന്താ വെച്ചാല്, പുരുഷന്മാര് ഷോർട്ട് സൈറ്റും സ്ത്രീകൾ ലോങ് സൈറ്റുമാണ്. ശ്രദ്ധിക്കണേ ഞാൻ ഈ പറയണത്. ആണുങ്ങൾ ഭംഗി കൂടുതൽ ഉണ്ടാകുക അടുത്തുനിന്ന് കാണുമ്പോഴാണ്. പെണ്ണുങ്ങൾ ഭംഗി കൂടുതലുള്ളത് ദൂരത്തുനിന്ന് കാണുമ്പോഴാണ്. ജ്വല്ലറിയുടെ പരസ്യമുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ബോർഡ് ദൂരത്തേക്കാരം വെച്ചിരിക്കുന്നത്, അടുത്ത് വെക്കൂല. സ്ത്രീകളുടെ ഭംഗി ദൂരത്തു നിന്ന് കാണുമ്പോഴും പുരുഷന്മാരുടെ ഭംഗി അടുത്തുനിന്ന് കാണുമ്പോഴാണ്. ഒരു തമാശ പറയാറുണ്ട്, അവനാന്റെ ഭാര്യ എത്ര ചൊറുക്കുണ്ട് എന്ന് അറിയണമെങ്കിൽ ഓള് അലക്കി തോരടണ സമയത്ത് അടുത്ത പെരന്റെ വാർപ്പിന്റെ മേലെ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കിയാ മതി. അവനാന്റെ ഭാര്യ എത്ര ഭംഗിയുണ്ട് എന്ന് അറിയാന് തിരുമ്പിയിട്ട് തോരടുമ്പോ അടുത്ത പെരന്റെ വാർപ്പിന്റെ മേലെ കയറുക, അവിടെ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ കിട്ടും എത്ര ചൊറുക്കുണ്ട്. തമാശയാണെങ്കിലും അതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീകൾ എന്ന് പറയുന്നത് ലോങ് സൈറ്റ് ആണ്, ദൂരത്തുനിന്ന് കാണുമ്പോഴാണ് ഭംഗി. പുരുഷൻ അടുത്ത് നിന്ന് കാണുമ്പോഴാണ് ഭംഗി. എന്തേ പറയാൻ കാരണം, അതുകൊണ്ട് സ്ത്രീകൾ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യണം. അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യണം. അപ്പൊ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്യേണ്ടത് ബെഡ്റൂമിലേക്ക് വരുമ്പോഴാണ്, അല്ലാതെ മരിച്ചോടത്തേക്ക് പോകുമ്പോഴല്ല എന്നർത്ഥം. നന്നായിട്ട് ഒരുങ്ങും മരിച്ചോടത്തേക്ക് പോകുമ്പോ മയ്യത്തിന് കാണാൻ വേണ്ടിയിട്ട്. ആ മാക്സി ഒന്നും ആ നൈറ്റി ഒന്നും മാറ്റും കൂടില്ല പുതിയാപ്പളിന്റെ അടുത്തേക്ക് വരുമ്പോ. സ്ത്രീകൾ അടുത്തേക്ക് വരുമ്പോൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഭംഗി കുറയും. ദൂരത്തുനിന്നായാല് എവിടെങ്കിലും ദൂരത്ത് ഒരു മഞ്ഞ ചുരിദാറ് തിരുമ്പി തോരട്ടത് കണ്ടാൽ ആണുങ്ങൾ ഇങ്ങനെ നിന്ന് നോക്കും. ആള് വേണ്ട, ചുരിദാർ ഉണ്ടായാൽ മതി, എന്നാലും നോക്കും. കാരണം സ്ത്രീകൾ ലോങ് സൈറ്റ് ആണ്, ദൂരത്തുനിന്ന് കാണുമ്പോൾ ഭംഗി കൂടുതലാണ്. അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവർ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ബെഡ്റൂമിലേക്ക് നന്നായി ഒരുങ്ങാൻ തയ്യാറാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. അപ്പൊ ഞാൻ പറയണത്, മവദ്ദത്ത് എന്നത് പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾക്ക് കിട്ടാനുള്ളതും റഹ്മത്ത് എന്നത് സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാർക്ക് കിട്ടാനുള്ളതുമാണ്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ വാത്സല്യമാണ്. മവദ്ദത്ത് സ്നേഹം, റഹ്മത്ത് വാത്സല്യം. സ്നേഹം ആണുങ്ങളെടുത്തുനിന്ന് പെണ്ണുങ്ങൾക്ക് കിട്ടാനുള്ളത്, വാത്സല്യം പെണ്ണുങ്ങളെടുത്തുനിന്ന് ആണുങ്ങൾക്ക് കിട്ടാനുള്ളത്. സ്നേഹമാണ് അപ്പൊ ആണുങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്. എന്താണ് സ്നേഹം?
വാത്സല്യാണ് പെണ്ണുങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്. എന്താണ് വാത്സല്യം? ഇത് രണ്ടും മനസ്സിലായാൽ കുടുംബജീവിതം പഠിഞ്ഞു. സ്നേഹം എന്ന് പറഞ്ഞാല് മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു ആകർഷണീയതയാണ്. ഒരാൾക്ക് ഒരു വസ്തുവിനോടോ ഒരു വ്യക്തിയോടോ തോന്നുന്ന സന്തോഷ നിർഭരമായ അവസ്ഥക്കാണ് സ്നേഹം എന്ന് പറയുന്നത്. ഒരാൾക്ക് ഒരു വ്യക്തിയോടോ ഒരു വസ്തുവിനോടോ തോന്നുന്ന സന്തോഷ നിർഭരമായ അവസ്ഥക്ക് സ്നേഹം എന്ന് പറയുന്നു.